ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂന്തറയാണ്. പൂന്തറ കടപ്പുറത്താണെങ്കിൽ ഇന്നൊരു വള്ളമാണെങ്കിൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. വള്ളം മറിഞ്ഞ് ഏകദേശം 1,00,000-ലധികം രൂപയുടെ നാശനഷ്ടവും അതുപോലെ തന്നെയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് പൂന്തറ കടപ്പുറത്ത് നിന്ന് 8-ാം തീയതി വന്ന സമയത്താണെങ്കിൽ പൂന്തറ കടപ്പുറത്ത് നിന്ന് ഭയങ്കര കടലടിയായിരുന്നു. അതായത് ഒരു വള്ളമാണെങ്കിൽ സംഭവം വലിയ തിരയിലാണെങ്കിൽ അത് കമന്നുപോയി. അപ്പോൾ അതിന് കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു സാഹചര്യത്തിന് ചോദിക്കാം. ആൾക്ക് പരിക്കുണ്ട്. എവിടെ ഉണ്ടോ? കുറുക്കിലൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെ ആണെങ്കിൽ മുറിഞ്ഞു വേണ്ട. അപ്പോൾ എന്താണ് സംഭവം പറ്റിയെന്നുള്ളത് നമുക്ക് ചോദിക്കാം. എന്താണ് സംഭവം പറ്റിയത്? എന്താണ് ചേട്ടാ ആര് സംസാരിക്കണ ആര്? എന്താ സംസാരിച്ചത്? എന്താണ് പറ്റിയത്? കര പിടിക്കാവുന്നപ്പോൾ തിര അഴിച്ച് വെള്ളം കറന്നു. സാധാരണ ഈ ഒരു സമയത്താണെങ്കിൽ നല്ല രീതിയിൽ തിര ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഇന്ന് തന്നെ ഇത്ര തിര കൂടുതലുണ്ട്. വേറെ ആർക്കെങ്കിലും വല്ല പരിക്കുണ്ടോ? വേറെ ചെറിയ പരിക്കുണ്ട്, കാലിൻ്റെ കയ്യിലൊക്കെ. കാലും കയ്യിൽ വേറെ ആരാ പരിക്കുള്ള ആൾക്കാർ? 2-3 ആൾക്കാർ പരിക്കുണ്ട്. അവർക്ക് ആശുപത്രി പോയി കൊണ്ടുപോയിരിക്കുന്നു ആശുപത്രി. കൊണ്ടുപോയി. വള്ളത്തിന് വേറെ വല്ല ഡാമേജ് ഉണ്ടോ? കുറ്റിയൊക്കെ ഒടിഞ്ഞു പോയി. എഞ്ചിനൊക്കെ ആണെങ്കിൽ ഇതാ സംഭവം ഒടിഞ്ഞു ഇതാണ്ടോ. ഇതൊക്കെ ഡാമേജ് ആയതാണ്. 2 എഞ്ചിനും കംപ്ലൈന്റ് ആയാ? അതിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയതാണ്. അതാ ഇനിയിപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ നല്ല പൈസയാവും. 1,00,000 രൂപ ആവോ? 1,00,000 കൂടെ 1,00,000 രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടാവും. 1,00,000 രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടാവും. എല്ലാ സാധനങ്ങളും എല്ലാം പോയി. ഇപ്പം പുതിയതായിട്ട് ഇറക്കിയ ബോട്ടും ഇഞ്ചിനുമാണ്. പാവം കടം വാങ്ങിച്ച് ഇറക്കിയതാണ്. പുള്ളിക്ക് 4 മക്കളുണ്ട്. എല്ലാം പഠിപ്പിക്കാൻ എല്ലാമായി നിർവാഹമില്ലാതെ ആള് സുഖമില്ലാത്തവനാണ്. അങ്ങനെയാണ് ഇറക്കി ഇപ്പം 4 പേരെയുമായിട്ട് തള്ളി വിട്ടതാണ്. അങ്ങനെ ഇന്നായപ്പോഴാണ് നിക്ഷേപമില്ലാത്ത ഒരു സമയത്ത് ഉണ്ടായ കടൽക്ഷോഭത്തിനായി ഇങ്ങനെ സംഭവിച്ചത്. ഇത് വലിയ അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. ഇത്രയും ഒരു 1,00,000 എത്ര സമയത്താണ് സംഭവം സംഭവിക്കുമ്പോൾ ഒരു 6:45 ആയി. 6:45 ആയതാ. എഞ്ചിനൊക്കെ ആണെങ്കിൽ ഡാമേജ് ആയിട്ടുണ്ട്. 1,00,000 രൂപ അടുപ്പിച്ചിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ട് എന്നാണ്. ബാറ്ററി, ഇതിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ, ബാറ്ററി 6 ബാറ്ററി, ഒരു ബാറ്ററിയുടെ വില 12,000 രൂപയാണ്. 6 ബാറ്ററി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 14 ലൈറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഞങ്ങൾ ഉപയോഗിക്കുന്ന GPS, എക്കോ സൗണ്ടർ, എല്ലാ സാധനം മൊത്തം കംപ്ലീറ്റും കടൽ അടിച്ച് ബോട്ടിന്റെ മീതെയുള്ള മൂടിയും അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റും പോയിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ഇഞ്ചിന് മാത്രമേ, ഈ വള്ളം മാത്രമേ കര പിടിക്കാൻ പറ്റിയതുള്ളൂ. ഞങ്ങളെല്ലാം ചാടി നോക്കി. പൂന്തറ കടപ്പുറത്താണെങ്കിൽ ഒരു വലിയൊരു അപകടം ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. പക്ഷേ 1,00,000 രൂപ അടുപ്പിച്ചിട്ടാണെങ്കിൽ വള്ളത്തിനും അതുപോലെ തന്നെയാണെങ്കിൽ എഞ്ചിനാണെങ്കിൽ കംപ്ലൈൻറ്റ്. 1,00,000 രൂപയിലധികം അല്ലേ? കൂടുതലാവും. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഉള്ള ഒരു കണക്ക് വന്നിട്ട് 1,00,000 രൂപ അടുപ്പിച്ചിട്ടുള്ള കണക്കാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഞങ്ങളൊരു അഭിപ്രായം പറയുകയാണ്, കുറഞ്ഞ റേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ 1,00,000 രൂപയുടെ മേളിലാവും എല്ലാം കൂടെ. ഇതിന് മുമ്പ് നിങ്ങളുടെ വള്ളം ഇതുപോലെ, ഞാൻ അവിടെ നിന്ന സമയത്ത് ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ വള്ളം മറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 2-3 മാസം മുമ്പ് അല്ല? അന്നത്തെ ആൾക്കാർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലൊക്കെ പോയി സംഭവം പണിക്ക് പോയി. ഇപ്പൊ പണിക്ക് പോകുന്നുണ്ട്. വലുതായിട്ട് പോകുന്നില്ല. നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ടല്ലേ? അന്ന് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അണ്ണന്റെ കുറുക്കൊക്കെയാണ് ഇതാ കണ്ട. നല്ല രീതിയിൽ ഇടി കിട്ടിയതാണ്, അടി കിട്ടിയതാണ് സംഭവം. ആശുപത്രി പോകാൻ പറഞ്ഞിട്ട് അണ്ണനാണെങ്കിൽ ഉപജീവനമാണ് സംഭവം. അതുകൊണ്ട് ഇതൊക്കെ സംഭവം ഒന്ന് നോക്കി ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയതിനു ശേഷം ആശുപത്രി പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. 1,00,000 രൂപയുടെ മീനുണ്ടായിരുന്നു, അത് എല്ലാം നഷ്ടപ്പെട്ട്. 1,00,000 രൂപയുടെ മീനുണ്ടായിരുന്നു ബോട്ടില്. അതുമായിട്ട് വന്ന ബോട്ടാണ്. എല്ലാം കൂടെ നഷ്ടപ്പെട്ട് 43 പേര് പണിക്ക് പോയതാണ്. 43 പേരുടെ അധ്വാനമാണ്. 7 വള്ളമായിട്ട് പോയതാണ്. 1,00,000 രൂപയുടെ മീനും കൊണ്ടുവന്ന ബോട്ടാണ്. 42 പേരുടെ അധ്വാനമാണ് ഇവിടെ കര കൊണ്ടുവന്നത്. അതെല്ലാം കൂടെ നഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ ബോട്ടും, ഉടമസ്ഥാന്റെ ബോട്ടും, സാധനങ്ങളെല്ലാം കംപ്ലീറ്റും പോയി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എക്കോ തന്നെ 75,000 രൂപ വിലയുണ്ട്. GPS-ന് 14,000 രൂപ വിലയുണ്ട്. ബാറ്ററി പറഞ്ഞില്ല, 6 ബാറ്ററി, ഒരു ബാറ്ററിക്ക് 12,000 രൂപയാണ്. അപ്പോൾ അതിന്റെ നഷ്ടങ്ങൾ കൂട്ടിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു നിശ്ചയം പറയുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് ഒരു ക്യാമറ സെറ്റ്, ഒരു ക്യാമറ മൊബൈൽ ഉണ്ടായിരുന്നു. കടലിൽ കൊണ്ടുപോകും. അതൊക്കെ ഡാമേജ് ആയ വെള്ളത്തിൽ പോയി എല്ലാം പോയുണ്ട്. ഭയങ്കര ഒരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ മത്സ്യത്തൊഴിലാളികളും അല്ലാതെ മീൻ വാങ്ങിക്കാൻ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സർക്കാരിന്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ? പറയാറുണ്ട്. പക്ഷെ ഇതുവരെ ആർക്കും കിട്ടിയതായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് അറിയത്തില്ല. ഇല്ല, നഷ്ടപരിഹാരം എഴുതി കൊടുക്കാറുണ്ട്. ഇതുവരെ കിട്ടിയതായിട്ടുള്ള തെളിവ് ഒന്നുമില്ല.
ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാക്സിമം പറയുന്നത് ഒരാളുടെ ജീവനാണിത്. വള്ളത്തിന് ആൾക്കാർക്കും എല്ലാവർക്കും ഇൻഷുറൻസിനും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസും വള്ളത്തിനും ബോട്ടിനും ഇൻഷുറൻസ്, എഞ്ചിന് ഇൻഷുറൻസ്, എല്ലാത്തിനും ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും അവർ നമ്മളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു പരാതി. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് വള്ളമൊക്കെ നോക്കാം. വള്ളത്തിൻ്റെ എഞ്ചിനാണ് സംഭവം മെയിനായിട്ട് ഡാമേജ് ആയിട്ടുള്ളത്. വള്ളത്തിന് ഫിസിക്കലായിട്ടുള്ള ഡാമേജ് ഇല്ലെങ്കിലും പക്ഷേ അതിൻ്റെ GPS, ലൈറ്റ്, ബാറ്ററി അതൊക്കെ ആണെങ്കിൽ സംഭവം കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്കത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സാധാരണയായിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് കൊണ്ട് വള്ളം ഇടുന്നതാണ്. ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണ് സംഭവം വലിച്ച് കരയിൽ കയറ്റിയിട്ടുള്ളത്. കിട്ടിയിട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ ഇതായി സൈഡിലാണെങ്കിൽ അവർ കൊണ്ട് സംഭവം സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പൂന്തറ ചേരിയാമുട്ടം കടപ്പുറത്തുള്ള വിശേഷമാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വർഷാപ്പിൽ കൊണ്ടുപോകണമല്ലോ അണ്ണാ.